Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Sound voice. Good afternoon, ma'am. 1 minute. ഒന്നുകൂടി good afternoon പറയാം. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Okay, prayer പറഞ്ഞോ ട്ടോ. Prayer ആരാണ്? കേറിയില്ലാന്ന് തോന്നുന്നു മിസ്സേ. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? മിസ്. ഓക്കെ റസ്ന പറഞ്ഞോട്ടോ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ദം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. താങ്ക് യു മാം. പറഞ്ഞോടാ. Intelligence plus character, that is the true word of education. Martin Luther King. Thank you. Okay. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നീഡ്സ് ആയിരുന്നല്ലോ എടുക്കേണ്ടത് ചാപ്റ്റർ. Ma'am, signing ഞാനാണ്. പറഞ്ഞോ റസ്ന. Good afternoon. A volcano in Ethiopia's northeastern region erupted for the first time in nearly 12,000 years, sending thick plumes of smoke up to 14 kilometers, 9 miles into the sky. The Tolos Volcanic Ash Advisory Center, VAAC, said ash cloud may continue to drift over Delhi, Haryana and Rajasthan. The ash plume, which had entered India and is currently stretching from Oman, Arabian Sea region into plain of North and Central India. They may continue to slowly drift over Delhi, Haryana and Rajasthan. In India met sky weather predicted. It further said that ash plume mostly consists of sulfur dioxide and low to moderate concentration of volcanic ash. The cloud will not affect the AQI in Indian cities, but might affect the sulfur dioxide levels in Himalayas and adjoining Terai belt in Uttar Pradesh. Thank you. Sign in Hasna. താങ്ക് യു. വെൽക്കം ഓൾ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നീഡ്സ് ആയിരുന്നല്ലേ പറഞ്ഞത്, പറഞ്ഞില്ലേ? സോറി, നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമോഷൻസ് അല്ലേ പറഞ്ഞത്? സെമിനാർ എടുത്തോണ്ടിരിക്കുവായിരുന്നു മിസ്സേ. ഓക്കെ, സെമിനാർ എവിടെ വരെ ആയി? ഈ തോന്നുന്ന ആങ്കർ വരെയും പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ? ആങ്കർ എടുത്തോണ്ടിരിക്കുമ്പോൾ ടെൻഷൻ കാരണം മേ ബി ഒക്കെ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാന്നാ പറഞ്ഞത്. ഓക്കെ അല്ലേടാ? ഒരാളുടെ കഴിഞ്ഞിട്ട് മതിയോ? ഓക്കെ. ജയശ്രീ. ഹായ് മിസ്. ഓക്കെ. സന്തോഷത്തെ കുറിച്ചാണ് മിസ് പറയുന്നത്. സന്തോഷമുള്ള ഒരാൾ തന്നെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മുഖല്ലേ? ഓക്കെ മിസ്. സന്തോഷം എന്നത് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരു നല്ല വികാരമാണ്.
അത് പണത്തിലും വലിയ വിജയങ്ങളിലും മാത്രം ആശ്രയിക്കുന്നതല്ല. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, പ്രകൃതി ആസ്വദിക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മൾ സന്തോഷവാന്മാരാവുന്നു. സന്തോഷം നമ്മോടൊപ്പം ഉള്ളവരുമായി പങ്കുവെച്ചാൽ അത് കൂടുതൽ വളരും. സന്തോഷമുള്ള മനസ്സ് നമ്മുടെ ആരോഗ്യത്തെയും ശക്തിയെയും വർദ്ധിപ്പിക്കുന്നു. അതിനാൽ നാം എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുകയും കൂടുതൽ ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യുക. പിന്നെന്താണ്, എന്റെ സന്തോഷം കൂടുതൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം കൂടുതൽ അവരുടെ സന്തോഷം എന്താന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാറുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താറുണ്ട്. എല്ലാത്തിലും ഇപ്പൊ പാട്ട് കേൾക്കുവാണെങ്കിൽ അതിലും ഒരു സന്തോഷം കണ്ടെത്തും. പിന്നെ അതേപോലെ പ്രകൃതി ആസ്വദിക്കുക, നമ്മുടെ പൂന്തോട്ടം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താറുണ്ട്. പിന്നെന്താ, ബാക്കിയുള്ളവരെയും ഇതേപോലെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വിഷമങ്ങൾ മാറ്റി അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെന്താണ് മിസ്, പിന്നെ നമ്മെ സന്തോഷിപ്പിക്കുന്നതിൽ ഇവരിൽ വിഷമിപ്പിക്കുന്ന ആളുകളും ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് ഭൂരിഭാഗവും മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം പ്രതീക്ഷിക്കരുത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നും പറഞ്ഞ് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു മിസ്. സന്തോഷമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ഹാപ്പി ആയി നമുക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് ആക്ടിവിറ്റീസ് ചെയ്യുക. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ആക്ടിവിറ്റി എന്താണെന്ന് അറിയാവോ? പഠിപ്പിക്കുന്നതാണോ മിസ്? ക്ലാസ് ഭയങ്കര ഇഷ്ടം. അല്ല, മോണ്ടിസോറി തന്നെയല്ല, ഈ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം, പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കുഞ്ഞു കുട്ടികളായാൽ പോലും നമ്മളത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. വലിയ കുട്ടികളെ ഇഷ്ടമാണ്. വലിയ കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടി ലെവലിൽ മാറൂലേ. കുഞ്ഞു കുട്ടികളെ കെയർ ചെയ്ത് നല്ല രീതിയിൽ കറക്റ്റ് ഒട്ടും ഫൗണ്ടേഷൻ ഇല്ലാത്ത കുട്ടികളെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്ത് ബിൽഡ് ചെയ്തെടുക്കൂലേ, അത് നല്ല രസമാണ്. നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ പേര് വലിയ കുട്ടികളല്ലേ, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടം അതാണ്. ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളവര് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു സെക്കൻഡ് മാത്രം പോലെ തന്നെ കാണാൻ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും അല്ലെ? പക്ഷെ നമ്മള് നേഴ്സറി പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ടാവില്ലേ? ഓർമ്മയുണ്ടോ? പേര് ഓർമ്മയുണ്ടോന്നുണ്ടോ, പക്ഷെ മിസ്സിന്റെ മുഖം മറക്കൂല. ഒരു സിസ്റ്റർമാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ മേയ്ക്കാൻ പാട് വിട്ട ടീച്ചറായിരുന്നു നേഴ്സറിയിലെ ടീച്ചർ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പൊ ഞാൻ 10th പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ചില സബ്ജക്ട് നമ്മൾ നോക്കിയിട്ടൊക്കെ ആയിരിക്കും മിസ്സുമാരെ ഫേവറേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല നമ്മളെ നേഴ്സറി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പറഞ്ഞാൽ ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളോട്. നമ്മളെ സെക്കൻഡ് മദർ ആയിട്ട് ഇപ്പൊ നിങ്ങളായാലും കുട്ടികൾ നിങ്ങളെ കാണാൻ പോകുന്ന നാളെ ഒരു ദിവസം നിങ്ങൾ അവരുടെ ടീച്ചറായിട്ട് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെല്ലാവരും നിങ്ങളെ കാണുന്നത് ആരായിട്ടായിരിക്കും? അവരുടെ അമ്മ കഴിഞ്ഞാല് അടുത്ത സെക്കൻഡ് മദർ ആയിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. സോ ആ ഒരു സ്നേഹത്തോടും കെയറോടും കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞതല്ലേ. പിന്നെ എനിക്ക് എന്താ ഹാപ്പിനെസ്? നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യം. എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം, അത് ഭയങ്കര ഹാപ്പിയാണ്. കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കുക്ക് ചെയ്യാറില്ല. പാത്രം തേക്കുന്നത് മാത്രമാണ് മിസ് ഇഷ്ടമല്ലാത്തത്. അതും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലേ? ഇടയ്ക്ക് ഇഷ്ടമാണ്, പാത്രങ്ങൾ കൂടുമ്പോഴാണ്. ഓക്കെ, എനിക്ക് കുക്കിംഗ് ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നോൺ വെജും കാര്യങ്ങളൊക്കെ വെക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് അതിന് ടൈം കിട്ടാറില്ല. വീട്ടിൽ അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ സാറ്റർഡേസ് മാത്രമാണ് കുക്ക് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നത്. അപ്പൊ ഞാൻ അടുക്കളയിൽ കയറുന്ന കുക്ക് ചെയ്യുന്നത് ഞാൻ എന്റേതായ രീതിയിൽ എന്റെ ടേസ്റ്റിനൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യം. എന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കും എന്റെ ഹസ്ബൻഡിനും മാത്രമാണ് ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടില് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾ അത്യാവശ്യം നോണൊക്കെ കഴിക്കും, പക്ഷെ ബാക്കിയുള്ളവർ അങ്ങനെ നോണൊന്നും അധികം കഴിക്കാത്ത ടീമാണ്. അവരുടെ നോൺ വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് കഴിക്കൂല അവര്.
മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. മീറ്റ് കുറവാണ് വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോ അവർക്കത് ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള എൻജോയ് ചെയ്ത് തന്നെ ചെയ്യും. രണ്ടുപേരും കൂടി എൻജോയ് ചെയ്ത് ഒരുമിച്ചായിരിക്കും കിച്ചണിലൊക്കെ കയറുന്ന നല്ല രീതിയിൽ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്ത് ഇഷ്ടം? പിന്നെ ട്രാവലിംഗ് ഇഷ്ടമാണ്. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ട്രാവലിംഗ് പോണതും പുറത്തു പോകുന്നതും നമ്മളിപ്പോ എന്താ പറയാ ട്രിപ്പൊക്കെ പോകുന്നതിൽ ഇഷ്ടം. എന്താ പറയാ ഒറ്റയ്ക്ക് പോകുന്ന ഭയങ്കര ഇഷ്ടം. ഒറ്റയ്ക്ക് ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബൈക്കിനായാലും കൂടുതൽ ദൂരം പോകുന്നു, ട്രാവൽ ചെയ്യുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, അതെന്താ ഫുഡ് കഴിക്കുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹാപ്പിനെസ്, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാം, സന്തോഷമായിട്ടിരിക്കാൻ നോക്കാം. നമ്മുടെ ഫേസ് എപ്പോഴും ഹാപ്പി ആയിരിക്കും. എന്താ ജയശ്രീയുടെ മുഖം നോക്കി നല്ല ചിരിച്ചോണ്ടിരിക്കണേ. എവിടെ മേ ബി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ട ഒരാളാണ് മിസ്. അപ്പൊ ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യേണ്ട ഡോക്ടറെ പോണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതാ. അപ്പൊ ഇതേപോലെ തന്നെ അത് BP ആയിരുന്നു മെയിൻ. BP ഇത്തിരി ഹൈ ആയി. അപ്പം ഹിയോമോഗ്ലോബിൻ കുറഞ്ഞു പോയി മിസ്. അപ്പൊ ഫിക്സ് ഒക്കെ ആയി. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ക്ലാസ് ചിലതൊക്കെ ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. മിസ്സിന്റെ ക്ലാസ്സും പോയായിരുന്നു. അതെ, കാരണം അതായിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് കയറാൻ പറ്റാം. ഫിക്സ് മുമ്പേ ഉണ്ടായിരുന്നേണോ? BP ഉണ്ട് മിസ്. BP ഉണ്ടായിരുന്നു. അതായത് BPയുടെ കാരണം കൊണ്ട് തന്നെ 3ാമത്തെ പ്രഗ്നൻസി ഇത്തിരി ഹൈ റിസ്ക് ആയിരുന്നു. അതായത് 6 മന്ത് ബേബിയാണ് പിളയ മോള്, LKG. പക്ഷെ ഇപ്പൊ ഓക്കെ ആയ ആള്. മിസ്സേ 6 അല്ല കേട്ടാ, ഹീമോഗ്ലോബിൻ 6 ആയിട്ടാ പറഞ്ഞേ. ഓക്കെ, ഞാൻ ഫിക്സ് എന്നാ കേട്ടെ. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതെ, 6th മന്ത് ബേബി എന്ന് പറഞ്ഞതാ. BP കാരണം എടുക്കേണ്ടി വന്നു മോളെ 3rd പ്രഗ്നൻസി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് അപ്പൊ തൊട്ടുണ്ട് BP ഉണ്ട്. അപ്പൊ ഇതിപ്പോ വേരിയേഷൻ വന്നപ്പോ ഷുഗറിന്റെ വേരിയേഷൻ വന്നായിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാം കൺട്രോളിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നോക്കിയിട്ട് ടാബ്ലറ്റ് തന്നു. BP-യുടെ കാര്യത്തിലാണെങ്കിൽ ഡയറ്റും കാര്യങ്ങളും നോക്കാം. ഷുഗറിന്റെ ഡയബറ്റിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ഡയറ്റും കാര്യങ്ങളും നോക്കാം. നമ്മൾ വിചാരിക്കും കാണുമ്പോൾ നല്ല സ്റ്റൈറ്റ് ആയിട്ടിരിക്കാന്നൊക്കെ. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും. ഒന്ന് 30s കഴിഞ്ഞവരെല്ലാവരും ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കാലത്ത് നമ്മൾ ഈ മിഠായും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളൊക്കെ ഇപ്പൊ ചിലപ്പോൾ ഷുഗറിന്റെ ഡയബറ്റിക് തന്നെ ആയിരിക്കും. അപ്പോ ഷുഗറും കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലാതെ അൺസേഫ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അത് അവരിൽ നിന്ന് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാണ് വേണ്ടത്. ഷുഗർ അത്ര ഹെൽത്തി ഒന്നല്ല. പിന്നെ BP വരാനായിട്ട് മെയിൻ കാരണം എന്താ? സോൾട്ട് അല്ലേ? ഉപ്പ് ഇഷ്ടമാണോ? ഉപ്പ് ഹസ്ബൻഡിനൊപ്പം ഓടിയിട്ട് ഇത്തിരി കൂടുതലാണ് മിസ്. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് മതി ഉപ്പ്. ഇപ്പൊ മോരെടുക്കുവാണെങ്കിലും ഉപ്പ് അതിൽ കറക്റ്റ് മതി. പക്ഷെ ഹസ്ബൻഡിന് കുറച്ച് കൂടുതൽ വേണം. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഉപ്പ് ഇടൂല. ഹസ്ബൻഡിന് ഒട്ടും BP ഇല്ല മിസ്. എത്ര ഉപ്പ് വേണമെങ്കിലും കഴിക്കാം. എനിക്കാണെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഉപ്പ് കുറച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി. ഹസ്ബൻഡിനോട് കറിയിൽ കുറച്ച് ഉപ്പ് കൂടുതൽ കേട്ടോ. ഇല്ല, ഇപ്പൊ പേടിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ. എന്തായാലും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഉപ്പിന് നിർബന്ധിക്കൂല. ഉപ്പ് ഞാൻ കഴിക്കുകയാണെങ്കിലും ഞാൻ ഉപ്പിട്ട് കഴിക്കണം. അതാണ് ഹസ്ബൻഡ് ഇത്തിരി നിർബന്ധം. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇത്രയും ഉപ്പ് മതി, എനിക്ക് ഓവർ വേണ്ടെന്ന് പറയാറുണ്ടേ. പിന്നെ അച്ചാറ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു മിസ്. അച്ചാറ് കുറച്ച് കൂടുതലായിരുന്നു എന്ത് കഴിക്കുകയാണെങ്കിലും. നമുക്ക് വേറെ ഇങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കൂല. അപ്പൊ വെജിറ്റേറിയൻ തന്നെ. പക്ഷെ എന്നാലും എല്ലാത്തിനും ഒരു ഇത്തിരി അച്ചാർ എടുക്കുമായിരുന്നു. അപ്പൊ ഇത്തിരി കൂടുതലായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് അതൊക്കെ ഇപ്പൊ കളഞ്ഞു. പപ്പടം കഴിക്കലില്ല. ഡോക്ടർ പറഞ്ഞത് ഉപ്പ് BP ഉള്ളത് കൊണ്ട് ഉപ്പ്, പിന്നെ അതേപോലെ തന്നെ അച്ചാറ്, പപ്പടം, ഇത് 3 ഒഴിവാക്കണം. പിന്നെ ഷുഗറിന്റെ വേരിയേഷൻ വന്നതുകൊണ്ട് ഷുഗർ, ഈ 4 ഐറ്റംസ് എന്തായാലും ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പിന്നെ 2.5 ലിറ്റർ വെള്ളം മസ്റ്റ് ആയിട്ട് കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2, 3, 4 കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. 6 മണിക്കൂർ ഉറക്കം കറക്റ്റ് ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നും എന്റെ കറക്റ്റ് അല്ല ഡോക്ടറെ എന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ് ഇതൊക്കെ ചെയ്താൽ തന്നെ കറക്റ്റ് ആവും മിസ്. അങ്ങനെ ഡോക്ടർ ഒരു ഗുളിക എഴുതിയിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഉപ്പ് കുറഞ്ഞാലും നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂ വരും കേട്ടോ. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് പോലുള്ള അസുഖം വരും. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. എന്റെ BP ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണ് യൂസ് ചെയ്തിരുന്നത്. കറിയിലൊന്നും ഉപ്പിടൂല. അതേപോലെ തന്നെ മീനൊക്കെ ഇല്ലേ, ഉപ്പ് മീനൊക്കെ ഒന്നും വാങ്ങിക്കില്ല. പക്ഷെ കടലിലുള്ള മത്സ്യങ്ങളൊന്നും വാങ്ങിക്കില്ല.
അപ്പൊ അങ്ങനെ ആയപ്പോ വീട്ടിൽ ഉപ്പിന്റെ യൂസേജ് വളരെ കുറവാണ്. ഞാനൊരു ഏജ് കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തു. 13 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് തൈറോയിഡ് ഉണ്ട്. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഈ തോട്ടിന്റെ ഇവിടെ ആയിട്ട് ഒരു സെല്ലിംഗ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും അല്ലെ? വേണമെങ്കിൽ കാണിച്ചു തരാം. ആ ഭാഗത്ത് സ്മാർട്ട് 3യുടെ ഇത് വന്നിട്ടുണ്ട് മിസ്. അപ്പൊ ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നമുക്ക്. പറ്റണില്ല. ഇവിടെ ആയിട്ട് എനിക്ക് ഇത്രയും ബട്ടർഫ്ലൈ ഉണ്ട് കണ്ടോ? ഇത്രയും ഭാഗം ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കുക. അത് തൈറോയിഡിന്റെ ആണ്. ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ടീച്ചറാണ് ഇത് കണ്ടെത്തുന്നത്. കാരണം എനിക്ക് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഒരു വീക്കം പോലെ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തൈറോയിഡ് അന്ന് അറിഞ്ഞൂടാ തൈറോയിഡ് എന്താന്ന്. 13 വയസ്സുള്ള കുട്ടിനോട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്തു, ടീച്ചറിനോട് ചോദിച്ചാൽ എന്റെ തൈറോയിഡിനെ വെച്ചിട്ട് ഇങ്ങനെ സെല്ലിംഗ് പോലെ വരുന്നതാണ്, ഒന്ന് ഡോക്ടറെ കാണിക്കും, ENT കാണിക്കാനാ പറഞ്ഞത്. ENT കാണിച്ചപ്പോൾ പറഞ്ഞു അത് ഫിസിഷ്യനെ കാണിക്കണമെന്ന് പറഞ്ഞു. ദെൻ ട്രീറ്റ്മെന്റ് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും മെഡിസിനും കാര്യങ്ങളൊക്കെ. മെഡിസിൻ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ എനിക്ക് നോർമലാ തൈറോയിഡ്. കുറെ കാലം എത്തിയിട്ട് നോർമൽ ആയത്. കാരണം ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയിലെ എല്ലാവരും ഉപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പൊ എന്തായി, എന്റെ തൈറോയിഡ് നോർമലായി. എന്റെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നോർമലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഉപ്പായിരുന്നു പ്രശ്നം. ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ നമ്മളെല്ലാം കൺട്രോളിൽ തന്നെ നോക്കുക കേട്ടോ. നമ്മൾ ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞത് ഹാപ്പിനെസ്. അപ്പൊ നമ്മള് എത്ര വിഷമമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികളെ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി തന്നെ എടുക്കുക. നമ്മളുടെ ഓൺ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികളും നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കും അല്ലെ? ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും അല്ലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ 1:30 എന്ന് പറയുന്ന ടൈം നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യും. അയ്യോ ഞങ്ങളുടെ ക്ലാസ് മിസ്സായല്ലോ, ഫ്രണ്ട്സിനെ കണ്ടില്ലല്ലോ, സൈൻ ഇൻ പറയാനായിട്ട് തോന്നുന്നു, പ്രയർ പറയാൻ തോന്നുന്നുണ്ടല്ലോ, സൈൻ ഔട്ടിന് കഥ പറയണമല്ലോ എന്നൊക്കെ തോന്നും. അതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങോട്ട് സാധിക്കാം, ഒരു മടിയും കാണിക്കാതെ. മിക്ക കുട്ടികളും നമ്മളോട് കോൺവെക്കേഷൻ ഡേയിൽ വന്ന് പറയാറുണ്ട്, മിസ്സേ ഞങ്ങൾക്ക് പ്രയർ ഒക്കെ പറയാമെന്ന് മിസ് വിളിച്ചപ്പോ എനിക്ക് പറയാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് ഇന്ന് ഭയങ്കരമായിട്ട് അതിന് ആലോചിച്ചിട്ട് വിഷമം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി ചെയ്യണം എന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നു, ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് കിട്ടുന്ന ഏതൊരു ആക്ടിവിറ്റി ആയാലും എന്തായാലും അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡാൻസ് പഠിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അല്ലെ? ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെറുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പൊ ഹാപ്പി ഇപ്പോഴും അതിനോട് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇപ്പോഴെല്ലാം പഠിക്കാം. ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് ഒരു അത്യാവശ്യം പ്രായമുണ്ട്, ഒരു 50-55 വയസ്സുണ്ട് എലിമയ്ക്ക്. എലിമ കളിക്കുന്ന ഡാൻസ് ആണ്, അടിപൊളിയായിട്ട് കളിക്കും. ഞാൻ ചോദിച്ചു, വല്യമ്മയ്ക്ക് പ്രായമുണ്ടല്ലോ, 55 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു ചെറുപ്പം മുതൽ പഠിക്കുമായിരുന്നല്ലേ, പ്രാക്ടീസ് ആയിരിക്കും, ഇത്രയും മെയ് വഴക്കവും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. ഇല്ലെന്ന്, ഞാൻ 5 വർഷമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ടെന്ന്. ഞാൻ പറയുന്നത് അത്ഭുതപ്പെട്ടു. കാരണം ആ ഒരു ഏജിൽ കാലുവേദന, മുട്ടുവേദന, എന്റെ അമ്മയുടെയൊക്കെ ഏജാണ്, കാലുവേദന, മുട്ടുവേദന, വയ്യ എന്നൊക്കെ പറയുന്ന സമയത്ത് ആള് മിടുക്കിയായിട്ട് അടിപൊളിയായിട്ട്. ആണോ? നല്ല കാര്യമായിട്ട് രമ്യ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡാൻസ് ആണ്, പാട്ട് പാടാനായിട്ട് ചിലപ്പോൾ കഴിവുള്ളവരുണ്ടാവും, ചിലപ്പോൾ ക്ലാസിക്കൽ എന്താ പറയാ, അല്ലെങ്കിൽ സംഗീതം പഠിക്കാൻ പറ്റാത്തവരായിരിക്കും. ഇപ്പോഴായാലും നമുക്ക് ടൈം ഉണ്ട്, നമുക്ക് പോവാം, പഠിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഹാപ്പിനെസ് എന്താണോ തരുന്നത് അതെന്തായാലും നമ്മൾ ഫോളോ ചെയ്യാം. മറ്റാർക്കും വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷങ്ങൾ മാറ്റി വെക്കേണ്ട. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റോൾ ഓഫ് ഇമോഷൻ. അടുത്ത ഇമോഷൻ ആരാ പറയുന്നേ? ശ്രുതി ഉണ്ടോ? പറയട്ടെ, പറഞ്ഞോ ശ്രുതി. 1 മിനിറ്റ് ആണ് മേ ബി പറയാൻ. ദേഷ്യം എന്ന വികാരം കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവരിൽ വരെ ഉണ്ട്. കുഞ്ഞുങ്ങളിലാണെങ്കിൽ അവർ നമുക്ക് കരച്ചിലിലൂടെയും വാശിയിലൂടെയും ആയിരിക്കും നമ്മളോടത് പ്രകടിപ്പിക്കാറ്. അതിനു മുകളിലുള്ളവരാണെങ്കിൽ ദേഷ്യത്തോടെ തന്നെ നമ്മളോട് പ്രകടിപ്പിക്കും. ദേഷ്യം മൂലം നമ്മുടെ റിലേഷൻഷിപ്പ് ജോലി സ്ഥലങ്ങളിൽ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട പലയിടങ്ങളിലും ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കും. അതിലൂടെ തന്നെ നമുക്ക് ബാഡ് ഇമേജ് ആണ് ഉണ്ടാവുകയും ചെയ്യുക. പിന്നെ ദേഷ്യം നമുക്ക് 2 തരത്തിൽ വരാറുണ്ട്. ആവശ്യമുള്ള ദേഷ്യവും അനാവശ്യമായ ദേഷ്യവും വരും.
ദേഷ്യം നമുക്ക് ആവശ്യമാണ്. കുട്ടികളെ നേർവഴി നടത്താനും തെറ്റുകൾ സംഭവിക്കാതെ മര്യാദക്കാരാക്കാനും ഒരു പരിധി വരെ നമ്മളിൽ ദേഷ്യം വരുന്നത് നല്ലതാണ്. ചിലർ ജോലിയുടെ ഭാഗമായിട്ടും അധ്യാപകർ, ഡോക്ടർ അങ്ങനെ ചിലരൊക്കെ ജോലിയുടെ ഭാഗമായിട്ടും ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും നമ്മളോട് മോശമായി ആരെങ്കിലും പെരുമാറുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അവരോട് ദേഷ്യം കാണിക്കും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനാകാതെ ദേഷ്യം വരും. ശാരീരിക മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്നതാണത്. അതുമൂലം ചില ബന്ധങ്ങൾ വരെ തകർന്നു പോകാനും കാരണമാകാറുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നമ്മോടുള്ള അടുപ്പവും ഇഷ്ടവും കുറയും. അതിലൂടെ അവർ ചിന്തിക്കും നമുക്ക് അവരോടും ഇഷ്ടമില്ല എന്ന് ചിന്തിക്കും. പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്നത് നമ്മുടെ ഈഗോ കാരണമാണ്. നമുക്ക് അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന തോന്നലാണ് നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ ദേഷ്യപ്പെടുവാനുള്ള കാരണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചും നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാനാകാതെ വരാം. നമ്മുടെ തോൽവികൾ അംഗീകരിക്കാതെയും നമ്മുടെ കുറ്റങ്ങൾ ഒളിപ്പിക്കുവാനും അവരുടെ അഭിപ്രായത്തോട് യോജിക്കാനാകാതെ വരുമ്പോഴും നമുക്ക് ദേഷ്യം വരും. ഒരാൾ ദേഷ്യപ്പെട്ടാൽ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, കോർട്ടിസോൺ എന്നീ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് കൂടുതൽ മിടിക്കാൻ തുടങ്ങും. രക്തക്കുഴലുകൾ ചെറുതായിട്ട് വികസിക്കാൻ തുടങ്ങും. രക്തം പമ്പിംഗ് കൂടുതലാകും. പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ലിവർ കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഓരോ ഓർഗൻസും കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വല്ലപ്പോഴും ഇത്തരത്തിൽ ദേഷ്യം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. തുടർച്ചയായി വരുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും രോഗപ്രതിരോധ ശേഷി കുറയുവാൻ വരെ കാരണമാകാറുണ്ട്. താങ്ക് യു മാം. നന്നായിട്ട് നോട്ടാടാ. താങ്ക് യു മാം. ടെൻഷനൊക്കെ മാറിയല്ലോ. ചെറുതായിട്ട് ഇപ്പൊ ഉണ്ടായിരുന്നു, പറഞ്ഞു തുടങ്ങിയപ്പോ കുറച്ച് കുറഞ്ഞു. അതത്ര Okay, നന്നായി. നമ്മൾ പറയാത്തതിന്റെ കുഴപ്പമാ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലാന്നേ. വീട്ടിലെ ആളുകളോടുള്ളപ്പോ എനിക്ക് ടെൻഷൻ കൂടുതലാ. ഹസ്ബൻഡും മദറിലേക്ക് ഉള്ളപ്പോ ഇച്ചിരി ടെൻഷൻ കൂടുതലാ. ഞാൻ ഇപ്പൊ റൂം അടച്ചു കുറ്റിയിട്ടിട്ടാ കയറിയിരുന്നേ. മതി, ഞങ്ങൾ മാത്രമല്ലേ കാണാനുള്ളൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആര് തെറ്റാലും മിസ്റ്റേക്ക് വന്നാലും ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാൻ അത് തെറ്റാറില്ലേ, അഡ്ജസ്റ്റ് ചെയ്തേക്കണോട്ടാ. ഇപ്പോഴാണ് കൈക്ക് വിറയും തണുപ്പും കയറുന്നുണ്ട്. അതെനിക്കുള്ള സ്വഭാവം. കൈ ഇങ്ങനെ കൈക്കൊക്കെ ഒരു തണുപ്പ്, പിന്നെ ഇങ്ങനെ ഒരു വിറയും. അതൊരു പേടി എന്ന് പറയുന്നത് ഫിയർ. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഭയം. ആങ്കറിനെ കുറിച്ച് പറഞ്ഞിട്ട് ഭയം വന്നു. ആങ്കറിനെ ലക്ഷ്യത്തോടെ പറയാം. ഓക്കെ, നമ്മള് ശരിക്കും പറഞ്ഞാൽ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ നമ്മൾ സാധാരണയായിട്ട് കുട്ടികളുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ ഒട്ടും പാടില്ലാത്തൊരു ഇമോഷൻ ആണ് അല്ലേ. കാരണം എന്താ വെച്ചാല് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോ അത് അവരുടെ മനസ്സിന് വളരെയധികം എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. മെന്റലി അവരെ വളരെയധികം അഫക്ട് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ പെട്ടെന്ന് ഇപ്പൊ എന്റെ ഒരു കേസിലാണെങ്കിൽ പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആദ്യം മോളോട് ചൂടാവുമായിരുന്നു. എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും. ജസ്റ്റ് ചീറ്റൊന്നും പറയില്ല, പക്ഷെ ടോണിലാണ് മാറ്റം വരുന്നത്. ഇപ്പൊ കുഞ്ഞു എന്ന് വിളിക്കുന്ന സാധാരണ ടോൺ ആയിരിക്കില്ല. ദേഷ്യം വരുമ്പോ കുഞ്ഞു എന്നൊരു മാഷിന്റേതായ ഒരു സൗണ്ട് അപ്പ് ചെയ്തിട്ട് വിളിക്കും. അവൾ അവിടെ നിന്ന് പേടിക്കും, അവിടെ നിന്ന് കരയും. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ്. കരയുമ്പോ ഞാൻ വന്ന് വേഗം ചെന്ന് പിടിക്കും. അപ്പൊ ഈ കരയുന്ന ദിവസങ്ങളിൽ അവൾ വീണ്ടും രാത്രിയും കടന്ന് കരയാറുണ്ട് പേടിച്ചിട്ട്. അപ്പൊ കരയുന്ന ദിവസങ്ങളിലും അവർക്ക് ഇത്തിരി പേടി കൂടുതലാണ്. ആള് ഭയങ്കരമായിട്ട് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഹസ്ബൻഡ് കുറച്ച് വരുന്ന പ്രകൃതാണ്. അപ്പൊ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പേടിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോ നമ്മൾ കുട്ടികളെ വഴക്ക് പറയുമ്പോ അത് അവരെങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ദേഷ്യം ഉണ്ടാവും അല്ലെ, നമ്മളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളോട് സീനിയർ എന്ത് ചെയ്തിട്ടുണ്ടാവും, വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ സുപ്പീരിയറോ സീനിയറോ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ വഴക്കോ ദേഷ്യമോ കുട്ടികളോട് പാസ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പാടില്ല. ഇപ്പൊ നിങ്ങളായാലും നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ ടീച്ചറായിട്ട് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. നോർമലാണ്. അത് നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികൾക്ക് പാസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ വീട്ടിൽ പുറത്തങ്ങനെ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ചിരിച്ച് നല്ല സന്തോഷത്തോടുള്ള ഫേസോട് കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യാം.
കുട്ടികൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും അല്ലെ, നോർമലാണ് അല്ലെ. അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. എന്റെ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു പിള്ളേരാ, രണ്ടു കുട്ടികളാ. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള സാറ്റർഡേസ് മാത്രമായിരിക്കും. ആ സമയത്ത് വീട് അവര് എന്താ പറയാ, അവർക്ക് ഇഷ്ടത്തിന് വീട് തിരിച്ചു വെക്കും, അതേപോലെയാണ്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോ വീട് ചെന്നപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കഥ ഇല്ല അല്ലേ. അപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലും, മൊത്തം പുക പോലെയാണ്, റൂം മൊത്തം പുക. എന്താന്ന് മനസ്സിലാവില്ല. ഫാൻ ഇട്ടിട്ടുണ്ട്, നോക്കി ഞാൻ ഫാൻ ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ പൗഡർ ഉണ്ടല്ലോ, പൗഡർ, വലിയ പൗഡറിന്റെ ടിന്നിന് വാങ്ങിച്ചിരിക്കണ്ട, അത് കൊട്ടി ഫുള്ള് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഡ്രസ്സും അലത്തിക്കൊണ്ടുവന്ന ഡ്രസ്സും പിന്നെ നമ്മളെ എല്ലായിടത്തും പൗഡർ. എന്റെ പൊന്നോ, എനിക്ക് ദേഷ്യം കൂടി വന്നു. ദേഷ്യം വന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൺട്രോൾ ചെയ്തേ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഞങ്ങൾക്ക് വിഷമമാവും, രണ്ടുപേരും ഒരുമിച്ചിട്ടാണ്. അപ്പൊ ദേഷ്യപ്പെടല്ലേ, പെടലെന്ന് കൺട്രോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അവരോട് ചെന്നിട്ട് പറഞ്ഞു, അവർക്ക് അറിയാൻ പോവാണ്, ചീത്ത പറയും, വഴക്ക് പറയും. കുട്ടികൾക്ക് ചെറിയൊരു ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, ഞാൻ ചെന്നപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പോണം. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടികളല്ലേ ഇങ്ങനെ ചെയ്യും, കുഴപ്പമൊന്നുമില്ല കേട്ടാ, കുഴപ്പമില്ല. നമ്മളൊക്കെ എന്തോരം പൗഡർ എടുത്ത് കൊട്ടിക്കളത്തിട്ടുണ്ട്, അത് കുട്ടികളുടെ പ്രായത്തിൽ അവർ ചെയ്യണേന്ന് ഞാൻ അവരോട് പറഞ്ഞ് എന്നെ തന്നെ സമാധാനിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ അടുത്ത സെക്കൻഡ് സാറ്റർഡേ വരുമ്പോഴാണ് വീണ്ടും ഈ രണ്ടും കൂടി ഒരുമിച്ച് വരുന്നത്. സെക്കൻഡ് സാറ്റർഡേ വന്നപ്പോ ഇത് തന്നെ തിരിച്ചു. എവിടെ മുകളിൽ എടുത്തു വെച്ചിട്ട് ഇന്നാണ് വീട്ടിൽ ചെന്നപ്പോ ഇതല്ല. അന്നത്തെ അത്രയും പൗഡറും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നല്ല രീതിയിലുണ്ട്. അപ്പൊ ഞാൻ വഴക്ക് പറയില്ല, ഇത് നല്ല പൈസയാവും, കാര്യം പറഞ്ഞ മനസ്സിലാക്കി. പൗഡർ നിങ്ങളെടുത്ത് വെറുതെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പൈസ ഒരുപാടാവും. ഇത് വാങ്ങിക്കണമെങ്കിൽ പൈസ വേണം, എന്റെ പൈസ കുറവാണ് മക്കളെ, അതുകൊണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ചു നേരം കുറച്ച് നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത്. പക്ഷെ പൈസയുടെ കാര്യം പറഞ്ഞു, അതും ഞാൻ പറയുന്ന രീതി വ്യത്യാസം ഉണ്ടായിരുന്നു. വഴക്ക് പറയാണ്ട് അതെങ്ങനെയാണ്, നമ്മുടെ പൈസ ഇല്ലല്ലോ അത് വാങ്ങിക്കാനായിട്ട്, എപ്പോഴൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ രാവിലെ മാത്രമാണ് ഈ പൗഡറും കാര്യങ്ങളും വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു വെച്ചു. അപ്പോഴേക്കും ആ ടിന്ന് കംപ്ലീറ്റ് ആയി. ആ ബോക്സ് വലിയ ടിന്നായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചില്ല പൗഡർ. ഇതിനാ വാങ്ങിക്കണേ, ഫുള്ളായിട്ട് ഫുൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇപ്പൊ വീട്ടിൽ ആരും പൗഡർ ഇല്ല, രണ്ടു കുട്ടികൾ ഒന്നുമില്ല, ഞാനിടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതാണ് പണി. ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഉപേക്ഷിച്ചു. അപ്പൊ നമ്മൾ കുട്ടികൾക്ക്, എനിക്ക് മെയിനായിട്ട് ദേഷ്യം വന്ന ഒരു സാഹചര്യമായിരുന്നു അത്. പെട്ടെന്ന് ദേഷ്യം കൂടെ വന്നു, പക്ഷെ ഞാൻ തന്നെ അത് കൺട്രോൾ ചെയ്തു. പല സിറ്റുവേഷനിലും നമുക്ക് ദേഷ്യം വരും അല്ലെ, നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണം. ജയശ്രീ കണ്ടിട്ടുണ്ടല്ലോ, രണ്ടുപേരുണ്ടെന്നല്ലേ പറഞ്ഞു? മൂത്താളെ കണ്ടിട്ടില്ല, ഇളയാള്. അവർ തമ്മിൽ അധികം ഗ്യാപ്പില്ല, 3 years നേഴ്സറിയിൽ പോകാനായിട്ട്. ഞാൻ മൂകാംബിക ക്ഷേത്രം ഞാൻ മിസ്സിനോട് ചോദിച്ചില്ല കേട്ടോ ക്ലാസ്സില്. മിസ് അത് അതാണ് ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒരു ദിവസം മൂകാംബികയിൽ ഓർമ്മയുണ്ടോ മിസ് കണ്ടതും? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജയശ്രീനെ കാണുന്ന പോലെയല്ല, എന്താ പറയാ, അപ്പൊ ഇതില് നമ്മള് ക്യാമറയിൽ കാണുമ്പോ അത്യാവശ്യം എന്താ പറയാ കുറച്ച് എന്താ തടിയൊക്കെ തോന്നില്ലേ, പക്ഷെ ആള് നല്ല ക്യൂട്ട്, നല്ല സുന്ദരി കുട്ടി. അവിടെ കവളൊക്കെ നല്ല താങ്ക് യു മിസ്സും അതുപോലെ തന്നെ. എനിക്ക് പെട്ടെന്ന് അതിശയായി മിസ്, ഭയങ്കര ക്യൂട്ടായിരുന്നു 3 പേരും. നമ്മൾ നേരിട്ട് കാണില്ല, നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നേരിട്ട് കാണുമ്പോ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന കുഞ്ഞു മുഖങ്ങളല്ലല്ലോ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരാളെ മൊത്തമായിട്ട് കാണുമ്പോൾ അത് വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തില്ല, ദൈവമേ ഈ കുറിച്ച് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ല എന്നായി പോയി. ഇത് മനസ്സിലായില്ല ആദ്യം. എന്നിട്ട് ജയശ്രീ പറഞ്ഞു മിസ് ഞാൻ MT15 അപ്പോഴാണ് ഓ ജയശ്രീ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കാണ് മിസ് ഓർമ്മ കിട്ടാൻ. മിസ് എന്നോട് ചോദിച്ചു MT15 ഉണ്ടോന്ന് ചോദിച്ചു, അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വന്നത് ഓർമ്മ. പക്ഷെ നല്ല പരിചയം, നല്ല ക്ലോസ്, എങ്ങനെയാണ് എന്നുള്ളൊരു ഡൗട്ട്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ കാണുന്നതും നേരിട്ടും. നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാണ്ടാ. നിഷ മിസ് പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കും. ആ സമയത്ത് നിങ്ങൾ വരാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം. നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടും എന്തായാലും വരണം മിസ്, എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും കൂടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്.
പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ ഒരു 2 or 3 months പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും. അപ്പോ 2 months അല്ലെങ്കിൽ 3 months അതിനുള്ളിൽ ഉണ്ടാവും. ജാനുവരി ഫെബ്രുവരി ആ ടൈമിലേക്ക് ഉണ്ടാവും എന്തായാലും പ്രാക്ടിക്കൽ ക്ലാസ്. അപ്പോ എന്തായാലും വരാം, നമുക്ക് സംസാരിക്കാം. എല്ലാവരെയും കാണാനായിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ബാച്ച് ഭയങ്കര ഒരു പ്രത്യേക ബാച്ച്. കുറെ നാളെത്തിയിട്ട് സാധാരണ നോർമൽ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുന്ന ഒരു നല്ല ടീം നിങ്ങൾക്കുണ്ട്. ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ആണെങ്കിലും എല്ലാരും വരുമ്പോ എന്തായാലും മിസ്സുമാര് വരണം കേട്ടോ. ഇവിടുത്തെ എല്ലാരും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോ എന്തായാലും മിസ്സുമാര് വേണം. നമ്മളിപ്പോ കാണുന്നില്ലേടാ, എനിക്കൊരു വിഷമമാണ്. കോൺവെക്കേഷന് ഞാൻ പറയാം, കോൺവെക്കേഷൻ എനിക്ക് കാണുമ്പോ നിങ്ങളെ എന്താ പറയാ സന്തോഷം ഉണ്ടാവും, അതേപോലെ ചെറിയ വിഷമം ഉണ്ടാവും. പിന്നെ അതിരാ മിസ് കഴിഞ്ഞ കോൺവെക്കേഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഭയങ്കര വിഷമമായി എല്ലാവർക്കും. എന്റെ കാര്യം ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായി കേട്ട് കഴിഞ്ഞപ്പോ. കാരണം എന്താണെന്നറിയാവോ, ആ ഒരു ബാച്ച് MT8 എന്ന് പറയുന്ന ബാച്ചിന്റെ കോൺവെക്കേഷൻ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടികളായിരുന്നു, ഒരു ബാച്ചായിരുന്നു. നമ്മളോട് ഒപ്പം നിൽക്കുന്ന നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു നിങ്ങളെപ്പോലെ തന്നെ. അതുവെച്ചാൽ ആ ബാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളെ മാത്രമേ കമ്പയർ ചെയ്യാനുള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ടാണ് MT8 എന്ന് പറയുന്ന ബാച്ച്. അപ്പൊ MT8 പോയി കഴിഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ, അവിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തായാൽ പോലും മൈൻഡ് പോവാണ്. കാരണം എന്താണ്, വിഷമമാണ്. കാരണം ഇനി ഇല്ലല്ലോ ആ ഒരു ബാച്ച്. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും? 11:30 to 12:30 ആണ് സമയം. എനിക്ക് 2 ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബാച്ചിൽ 2 ക്ലാസ് എനിക്കായിരുന്നു. ഞാൻ അവിടുത്തെ ക്ലാസ് ഇൻചാർജ് ആയിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ടൈമും അവരോടൊപ്പം കൂടുതൽ ആദ്യത്തെ ടൈമിൽ ഫുള്ളും ഞാൻ കൂടുതൽ അവരോടൊപ്പം ഇരുന്നു. കൂടുതൽ ക്ലാസ് ഉണ്ടായിരുന്നു, അവരോട് മിങ്കിൾ ചെയ്യുന്നു, വർക്ക് ചെയ്യിപ്പിക്കുന്നു, ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു, ഇതേപോലെ തന്നെ സെമിനാർ എടുപ്പിക്കുന്നു. അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ അവരങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര വിഷമമായി. എന്നുവെച്ചാല് ആ സമയം അവരുടെ ഹാപ്പിനെസ്സിൽ പാർട്ട് ആവണമെന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വിഷമവും വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കോൺവെക്കേഷൻ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ പ്രാക്ടിക്കൽ ക്ലാസ് വിഷമമില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. നമുക്കൊരു വീണ്ടും കാണാലോ, നമ്മള് മിസ്സേ എന്നെ കണ്ടില്ലേ, ഞാൻ പരിചയപ്പെട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. കാരണം ഇപ്പൊ അനുമോളായാലും ഹസ്നയായാലും രമ്യ ആയാലും എല്ലാവരെയും അച്ഛനാണ് എടുത്തു പറയുന്നുള്ളൂ കേട്ടാ. എല്ലാവരെയും ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നമ്മള് നേരിട്ട് കാണുന്നേക്കാളും നിങ്ങളിപ്പോ ഫോണിലല്ലേ, അപ്പൊ നേരിട്ട് കാണുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ സംസാരിക്കൂലേ, അപ്പൊ സൗണ്ട് വെച്ച് ഞാൻ ഇന്ന ഡിപിയിൽ വരുന്ന കുട്ടി, ഇതാണ് ആള് എന്നൊക്കെ വിചാരിച്ച് മനസ്സിലേക്ക് വരും. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സിന് എന്തായാലും വരും. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. കോൺവെക്കേഷൻ നിങ്ങൾ തന്നെ സാഡ് ആയിരിക്കുള്ളൂ. മിസ്സുമാരെല്ലാരും നേരിട്ട് കാണാൻ വലിയ ആഗ്രഹിച്ചിരിക്കുക ഞങ്ങൾ എല്ലാരും. അത് ഞങ്ങളെ വിഷമിപ്പിക്കൂല മിസ്, സന്തോഷാക്കിയിട്ട് പിരിയുള്ളൂ എന്തായാലും. ഞാനിവിടെ തന്നെ ഉണ്ടാവും, എല്ലാരും ചേർന്ന് വിഷമിക്കാൻ പോണെ. കാരണം ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ധൈര്യമൊക്കെ ഉള്ള കുട്ടികളായിരുന്നു MT8 കുട്ടികൾ. പക്ഷെ അവര് പോയപ്പോ കരഞ്ഞ് വിഷമിച്ച്, അയ്യോ മിസ് ഞങ്ങൾ പോവാണല്ലോ വിഷമിച്ച്, അത്രയും വിഷമിച്ച് അവര് പോയത് കണ്ടിന് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. ഉള്ളിൽ നിന്ന് അവര് ആ ഒരു ഫീൽ ചെയ്തു, ഞങ്ങൾ ഇനിയും വരും മിസ്സേ എന്നൊക്കെ പറഞ്ഞ് പോയപ്പോ ഞങ്ങൾക്ക് ആയാലും വിഷമമായി, ഭയങ്കര വിഷമമായി. അത് ആതിര മിസ് പറഞ്ഞപ്പോ ആതിര മിസ്സിനും ഞാനും അധികം ബാച്ചുകളിൽ ഇങ്ങനെ ഒരുമിച്ച് വരാറില്ല. അപ്പൊ ആതിര മിസ് ഞാനും വന്നിട്ടുള്ള 3ാമത്തെ ബാച്ചാണ് നിങ്ങൾ MT50 എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര വിഷമായി പോയി. അടുത്ത കുട്ടികൾ വന്ന് പഠിപ്പിക്കുമ്പോ ഞങ്ങളുടെ കോൺവെക്കേഷൻ സെറിമണി ഒക്കെ കഴിഞ്ഞു പോകുമ്പോ മിസ്സുമാർ അവരോട് പറയില്ലേ MT50 നല്ല ബാച്ചായിരുന്നു എന്നൊക്കെ. ഇപ്പൊ MT8ന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ തന്നെ പറയൂ. ഇവിടെ MT8 പോയപ്പോ ഞങ്ങൾ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ബാച്ച് വരണമെങ്കിൽ MT50 മാത്രമേ ഉള്ളൂ, അവര് വരണം എന്ന് പറഞ്ഞു. കോൺവെക്കേഷൻ സമയത്ത് അവർ നല്ല അടിപൊളിയായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചു. ക്ലാസിക്കൽ ഡാൻസ് മിസ് പറഞ്ഞോ, ആ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസ്, ഒപ്പന, അങ്ങനെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളും നല്ല ഡ്രാമ ഭയങ്കര കോർഡിനേഷനോട് കൂടി അവതരിപ്പിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു നല്ല ബാച്ചായിരുന്നു. MTയുടെ ബാച്ചുകൾ വരുമ്പോ ഇവിടെ ടീച്ചർമാർക്കും കോൺവെക്കേഷൻ ഒക്കെ വരാൻ ഭയങ്കര താല്പര്യം. കാരണം നല്ല കുട്ടികളായിരിക്കുമല്ലോ, പക്ഷെ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും. ബാക്കി കുട്ടികളെക്കാളും MT കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡാൻസ് കളിക്കും, പാട്ട് പാടും, നല്ല കോൺഫിഡൻസ് നല്ല ധൈര്യമുള്ള കുട്ടികളാണെന്ന് പറയുന്നത് പൊതുവെ. അപ്പോ അവര് പോയപ്പോ ഇങ്ങനെ ഭയങ്കര പറഞ്ഞു ഇങ്ങനെ നല്ലൊരു ബാച്ചായിരുന്നു, കുട്ടികളും നല്ല ബാച്ചായിരുന്നു. പക്ഷെ സാധാരണ MT കുട്ടികൾ എന്ന് പറഞ്ഞാല് ചിലപ്പോ ആ ക്ലാസ്സിലെ ടീച്ചർമാരോട് മാത്രമായിരിക്കും അവര് സംസാരിക്കുന്നത്. ഇപ്പൊ എന്നെയും ആതിര മിസ്സിനെയും അശ്വതി മിസ്സിനെയും ജിഷ് ടീച്ചറിനെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് അല്ലെ.
പിന്നെ അശ്വതി മിസ്സിനെയും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ഇത് കൂടാതെ ഒരു ടീച്ചറിന്റെ വിങ്സ് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, നിങ്ങൾ കാണാത്ത ഞങ്ങളുടെ കൊളീഗ്സുകൾ ഉണ്ട്. അപ്പോ ഈ MPHലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവരോട് പോലും ചെന്ന് സംസാരിച്ച് മിങ്കിൾ ചെയ്തു, ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിയ കുട്ടികളായിരുന്നു. ഡിഫറൻസ് ഒന്നും കാണിക്കില്ല. ബാക്കി ചില ബാച്ചുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ടീച്ചറിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ പിടിവാശിയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. അപ്പൊ അത് അവർക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ MPHന്റെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർക്ക് ടീച്ചർമാർക്കും വിഷമമായി, ബാക്കിയുള്ള ടീച്ചർമാർക്കും വിഷമമായി. ഇത്രയും നല്ല കുട്ടികളാവും എന്ന് ഫീൽ ചെയ്തു. അവരെ പഠിപ്പിക്കാൻ പറ്റിയില്ലല്ലോ. ഒരു HA ഒക്കെ എടുക്കുന്ന ടീച്ചർമാരാ. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സ് ഉണ്ടെന്ന് അറിയാലോ. HA, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് മോണ്ടിസോറി. അപ്പൊ മോണ്ടിസോറി എടുക്കാത്ത ടീച്ചേഴ്സ് അവര് നമ്മുടെ HA എടുക്കുന്ന ടീച്ചേഴ്സ്. അപ്പൊ അവര് പറഞ്ഞു ഇത്രയും നല്ല കുട്ടികളായിരുന്നു അവര് എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോ ഇന്ന ബാച്ചിലെ കുട്ടികളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഞങ്ങൾ പറയും, പിന്നെ നിങ്ങളെ കുറിച്ച് പറയില്ലേ. പക്ഷെ വിഷമാവും നിങ്ങളെ കുറിച്ച് പറയുമ്പോ. ഇപ്പൊ MPHനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് വിഷമാവുന്നുണ്ട്. അത്രേ കുഴപ്പമില്ല, നോർമലാണ്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയാനായിട്ട് എന്ന് വെച്ചാൽ MPHലെ ഭൂരിഭാഗം കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ജോബ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷം, ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ല അത്ര ആക്റ്റീവ് ഇതിന്റെ ആയിട്ടുള്ള റിസൾട്ട് കഴിഞ്ഞിട്ട് സ്മാർട്ട് 3 തന്നെയാണോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഓൾറെഡി പ്ലേസ്മെന്റ്സ് നമ്മള് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്ത് കൊടുത്തല്ല, അല്ലാതെ തന്നെ അവർ ഇന്റേൺഷിപ്പിന് പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്ലേസ്മെന്റ് ആയ കുട്ടികളാണ് കൂടുതൽ പേരും ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇത്രയും ഞാൻ പറഞ്ഞില്ല കുട്ടികളുടെ ഒരു ഇത് വൈബും കാര്യങ്ങളും, വൈബ് എന്നല്ല പറയാ, നല്ലൊരു ടീമാ അവര്. അപ്പൊ നല്ല രീതിയിൽ അവർക്ക് എല്ലാവർക്കും ഏകദേശം ഇപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം MPH തുടങ്ങിയ സമയത്ത് 398 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, 398 കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പൊ പാസ് ഔട്ട് ആയപ്പോ 198 കുട്ടികളാണ് ഉള്ളത്, 198. അതില് 100നോട് അടുപ്പിച്ച് കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ആയി എന്ന് പറയുമ്പോൾ എന്തോരം സന്തോഷമാണ്. അത് വെച്ചാൽ വർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫെയിലായതാണോ? അല്ലടാ, അവര് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാ. എന്ന് വെച്ചാല് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബാച്ച് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു അല്ലെ. ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. വേറെ ബാച്ചിൽ നിന്ന് വന്ന് ചെയ്തവരുണ്ട്. വേറെ ബാച്ചിലേക്ക് ഇപ്പം MPH തന്നെ കുട്ടികൾ ചിലവര് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ച് വേറെ ബാച്ചിന്റെ ഒപ്പം എക്സാം എഴുതാനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലവർക്ക് ഫീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഈ എമൗണ്ട് ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ചിലപ്പോ ഒന്നും ഏൺ ചെയ്യാത്ത ഫാമിലിയിൽ ഹസ്ബൻഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും. അവർക്കത് എന്താ പറയാ കുറച്ച് എന്താ പറയാ ഫണ്ടും കാര്യങ്ങളും നമുക്കത് ഭയങ്കര എക്സ്പെൻസ് ആയിട്ട് തോന്നാം. അതുകൊണ്ട് ഇത്രയും റേറ്റ് കുറച്ച് സാധാരണ സ്ത്രീകൾക്ക് പോലും അറ്റൻഡ് ചെയ്യാവുന്ന റേറ്റിലാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ എന്നിട്ടും അതും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ കുറച്ച് പേര് അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് പിന്നെ എന്നോട് പറയും ഞാൻ എന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ഞാൻ ഈ ഒരു ബാച്ചിലേക്ക് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പൊ ഓർക്കും എന്റെ ബാച്ചിലല്ലേ കുഴപ്പമില്ല. നമ്മളത് അങ്ങനെ വരാറുണ്ട് കുട്ടികള്. അപ്പോ MD15 അതാണ് നിങ്ങളുടെ ബാച്ചിലെ. അപ്പോ ഭയങ്കര വിഷമാവും. നിങ്ങൾ പോകുമെന്ന് വേണ്ടേ കോൺവെക്കേഷൻ. ചിലപ്പോ നമുക്ക് അധികം അടുത്ത് ഇടപെടാനായിട്ട് പറ്റണമെന്നില്ല. കാരണം നിങ്ങൾ കുറച്ച് വർക്കും കാര്യങ്ങളായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതായിട്ടൊക്കെ ബിസി ആയിരിക്കും. മേ ബി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ സംസാരിക്കാനൊക്കെ പറ്റണമെന്നില്ല. പക്ഷെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും വരാം. ഞാൻ ആദ്രാമസം വരാം. പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ സമയത്ത് നമുക്ക് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസും പ്രാക്ടിക്കൽ ക്ലാസ് മാക്സിമം മിസ്സാക്കരുത്. കാരണം ഈ മോണ്ടിസോറിയുടെ തന്നെ ഹാർട്ട് നമ്മുടെ മെറ്റീരിയൽസ് ആണല്ലേ. നിങ്ങൾ അതിലേക്ക് എത്തിയിട്ടില്ല, മോണ്ടിസോറിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോണ്ടിസോറി ആണ്. അപ്പൊ ആ മോണ്ടിസോറിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പറഞ്ഞോടാ ആ ടൈമിങ് അപ്പൊ എങ്ങനെയായിരിക്കും? ഇപ്പൊ ദൂരെന്ന് വരുന്നവരുണ്ടല്ലോ, അപ്പൊ പ്രാക്ടിക്കലിന് ഇപ്പൊ വൈകിട്ട് ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ടൈമിങ്? 9:30 to 9:30 നിങ്ങൾ അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. 9:30 to അപ്പൊ ദൂരെയുള്ളവര് ഒരു ദിവസം മുമ്പേ വരണം. എന്താണ് ദൂരെയുള്ളവരല്ലേ? ദൂരെയുള്ളവർ ഒരു ദിവസം മുമ്പേ വരണ്ടേ? വരണം. ചിലവര് അയ്യോ അപ്പൊ ഞങ്ങള് പ്രാക്ടിക്കലി മിസ് ചെയ്യും. എന്താണ്
ഞങ്ങൾ ആലപ്പുഴയല്ലേ, ആലപ്പുഴയിൽ നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, പ്രാക്ടിക്കലി ഞങ്ങൾക്ക് കിട്ടില്ല. അതെന്താ ആലപ്പുഴയിൽ നല്ല എന്തോരം പിള്ളേർ ആലപ്പുഴയിൽ വരാറുണ്ട്. ആലപ്പുഴയിൽ നിന്ന് അടുത്തല്ലേ ഡിസൈൻ പൂർത്തി? കുഞ്ഞു പിള്ളേരുണ്ട്, 3 വയസ്സായതേ ഉള്ളൂ. അപ്പൊ അവരെയും കൂടെ ഒക്കെ അത്രയും ദൂരം വരുന്നത് ഇച്ചിരി ടാസ്ക്. അങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ്, ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടൂട്ടെ നിങ്ങൾക്ക്. ജിഷ മിസ് തന്നെ ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ് എടുത്തു. മാക്സിമം അത് നോക്കിയാലും മതി. പിന്നെ ഞാൻ മെറ്റീരിയൽസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ടല്ലോ. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ, ആരെയും മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് വരാനായിട്ട് എളുപ്പമാണ്. നമ്മള് ആലപ്പുഴയിൽ നിന്ന് കായംകുളം റൂട്ട്, നമുക്ക് ബസ് റൂട്ടൊക്കെ ഉള്ളതല്ലേ. കായംകുളം അടുത്താണോ? അവിടെയാണോ? കായംകുളം അടുത്തല്ല, അല്ല, ഇത് തകഴി ആലപ്പുഴയാ മിസ്സേ. തകഴി എന്ന് പറയുമ്പോ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. അല്ല മിസ്, പ്രാക്ടിക്കൽ സെക്ഷനിൽ ചെയ്യേണ്ട ടോപ്പിക് നമുക്ക് നേരത്തെ തരുമോ? എങ്ങനെയാണ്? പ്രാക്ടിക്കലിന്റെ ക്ലാസ് ആയതിനാൽ തീസിസ് ഓൺലൈനിൽ എടുത്ത് കണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ദിവസത്തെ ഉള്ളൂ മിസ്? ഒരു ദിവസത്തെ, ഒറ്റ ദിവസത്തെ? ഒരു ദിവസത്തെ ഉള്ളൂ കേട്ടോ. കാരണം ഒരു ദിവസം കൊണ്ട് നമ്മള് ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത് ശീലാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആവും. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം ഡീറ്റെയിലായിട്ട്. മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്ത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പിന്നെ ഓക്കെ, ഇവിടെ ഇരുന്ന് ഇപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ അന്വേഷിക്കുകയാണത് കൊച്ചിയിലും ആലപ്പുഴയിലൊക്കെ. ഞാനിവിടെ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോ ഇനി പറയാൻ പോകുന്ന ശ്രുതിയാണ് നമുക്ക് വേണ്ടിയിട്ട് ആങ്കറിനെ കുറിച്ച്. ആങ്കർ അല്ലല്ലോ, സാഡ്നെസ്, വിഷമം അല്ലെ ശ്രുതി? ഓക്കെ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. സങ്കടം, ദുഃഖം എന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ സെമിനാർ ടോപ്പിക്ക്. മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു ബേസിക് ഇമോഷനാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. ഇത് നിരാശ, സങ്കടം, വേദന, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, പരാജയം, ഓർമ്മകൾ, അകലം തുടങ്ങിയ അനുഭവങ്ങൾക്ക് ഒടുവിൽ ഉയരുന്ന ഒരു ഇമോഷനാണ്. സങ്കടം എന്ന് പറയുന്ന ഇമോഷൻ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊരു നെഗറ്റീവ് ഇമോഷൻ ആയതിനാൽ അതിലൂടെ കടന്നു പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. നമ്മൾ എല്ലാത്തിലും ഒരു ശ്രദ്ധ കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അസുഖം വന്നാൽ നമുക്ക് സങ്കടം വരും. അപ്പൊ നമ്മൾ അസുഖം വരാതിരിക്കാനുള്ള ഫുഡ് കൺട്രോൾ ചെയ്യും, അതിനുള്ള മാർഗങ്ങൾ നോക്കും. അതേപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കും. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് സങ്കടാവസ്ഥയ്ക്ക് കാരണമാവും. അപ്പൊ ഈ സങ്കടം വരാതിരിക്കാൻ നമ്മൾ എല്ലാത്തിലും ഒരു ശ്രദ്ധ കൊടുക്കും. എന്നാലും നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും എല്ലാവരും സങ്കടാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ സങ്കടാവസ്ഥയ്ക്ക് എന്തൊക്കെ കാരണങ്ങളാണ് ജനറൽ ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറയാം. ദ കോസസ് ഓഫ് സാഡ്നെസ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം, മരണം, പരാജയം സംഭവിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവുന്നുണ്ട്. രോഗം ഉണ്ടാവുമ്പോൾ സങ്കട അവസ്ഥ ഉണ്ടാവുന്നത്. പിന്നെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോഴും സങ്കടം അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവഗണന നേരിടുമ്പോൾ, ജനറൽ ആയിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ അത് ഓർത്തിട്ട് സങ്കടപ്പെടും. പിന്നെ പാസ്റ്റ് മെമ്മറീസ്, ചില റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങള്, പിന്നെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമുക്കതുണ്ടല്ലോ മറ്റവർക്ക് അതില്ലല്ലോ എന്നൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവാറുണ്ട്. ഈ ദുഃഖം താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ്. ദീർഘകാലം കൊണ്ടുപോവാത്തതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഫീലിങ്സ് ആണ്. ഇതൊരു സപ്പോർട്ടിങ് ഇമോഷനും കൂടിയാണ്. നമ്മളെ മനസ്സിലാക്കാനും മനസ്സിനെ ശക്തമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. പ്രധാനമായും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മളെ സങ്കടം സഹായിക്കുന്നുണ്ട്. നമുക്ക് സങ്കടം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയും കൂടി നമുക്ക് ആ രീതിയിൽ നോക്കിക്കാണാൻ പറ്റും. ജീവിതത്തിൽ പല പാഠങ്ങളും പഠിക്കാൻ സങ്കടാവസ്ഥ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു എക്സാമിന് ഫെയിലായി, നമുക്ക് ഡെഫിനറ്റ്ലി സങ്കടം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ആ സങ്കടാവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാള്, ഫാമിലിയിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും സങ്കടം ഉണ്ടാവും. പക്ഷെ ആ ഒരു സങ്കടാവസ്ഥ ഉണ്ടെങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ ആ മരണപ്പെട്ട ആള് ചെയ്ത റെസ്പോൺസിബിലിറ്റി എന്താണോ അത് ഏറ്റെടുത്തിട്ട് നമ്മൾ കൂടുതൽ ശക്തമാവുന്നുണ്ട്. സങ്കടം നമ്മളെ സപ്പോർട്ട് കൂടിയും ചെയ്യുന്ന ഒരു ഇമോഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ സങ്കടം ജീവിതത്തിന്റെ വളർച്ചയിലേക്കുള്ള ഒരു പാഠവും ജീവിത അനുഭവത്തിന്റെ ഒരു ഭാഗവുമാണ്.
നമ്മെ കൂടുതൽ ദയയുള്ളവരാക്കാനും ക്ഷമയുള്ളവരാക്കാനും ശക്തരാക്കാനും സന്തോഷം സമാധാനത്തെ വിലമതിക്കാനും ഈ മാനസികമായി വളരാനും നമ്മളെ സങ്കടം സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം സങ്കടം താൽക്കാലികമാണ്. നമ്മൾ സങ്കടം വരുമ്പോൾ കരഞ്ഞാൽ കുറച്ച് റിലീഫ് കിട്ടും. അല്ലെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചാൽ നമ്മുടെ സങ്കടം പങ്കുവെച്ചാൽ നമുക്ക് സങ്കടം കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ആൾക്കാർ കുറച്ച് സമയം ഒറ്റയ്ക്ക് നിന്നാല്, അല്ലെങ്കിൽ കുറച്ചു നേരം കിടന്നുറങ്ങിയാല്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സങ്കടത്തിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ സങ്കടത്തെ മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ സങ്കടം നമ്മൾ കുറച്ച് നാളത്തേക്ക് ഈ ഒരു സങ്കടാവസ്ഥയിൽ കഴിഞ്ഞാല് അത് അപകടകരമായ അവസ്ഥയ്ക്ക് കാരണമാവുന്നുണ്ട്. ചിലർ ഈ സങ്കടം വന്നാൽ ഒരു കംഫർട്ട് സോൺ ആക്കിയിട്ട് ഒന്നും ചെയ്യാതിരിക്കും. പിന്നെ മടി തോന്നും, നമുക്ക് എനർജി കുറയും, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ വരും, പ്രതീക്ഷയില്ലാതാവും. ഇങ്ങനെ ഈ ഒരു സങ്കടാവസ്ഥ 2 ആഴ്ച അല്ലെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് കാരണമാവുന്നുണ്ട്. ദുഃഖം എന്ന് പറയുന്നത് അധികകാലം നീണ്ടു പോകുമ്പോഴാണ് ഈ ഡിപ്രഷൻ ഉണ്ടാവുന്നത്. ഇതൊരു സാധാരണ ഇമോഷൻ അല്ല ഡിപ്രഷൻ. ഇത് ഡെയിലി ലൈഫിനെ ബാധിക്കും. ദുഃഖം എന്ന് പറയുന്നത് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ്. ഒരു സമയം കഴിഞ്ഞാൽ ഈ ദുഃഖം നമുക്ക് സ്വയം മാറ്റാം. ഇത് ഡെയിലി ലൈഫിനെ ബാധിക്കുന്നില്ല. ബട്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത് വെറും ഒരു ദുഃഖമല്ല, ജീവിതത്തെ ബാധിക്കുന്ന ഒരു തരം രോഗാവസ്ഥയാണ്. ഈ ഡിപ്രഷന്റെ കുറച്ച് ലക്ഷണങ്ങൾ പറയാം. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ആഴ്ചകളായി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ദുഃഖം ഡിപ്രഷന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ക്ഷീണം, വിശപ്പില്ലായ്മ, ഉറക്ക പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഉറക്ക കൂടുതലാവാം, ഉറക്ക ഇല്ലായ്മയാവാം. അതേപോലെ സ്വയം വില കുറച്ച് കാണുക, ജീവിക്കാൻ താല്പര്യമില്ലാത്ത ചിന്തകൾ വരും, സൂയിസൈഡ് ടെൻഡൻസി അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഒന്നിനോടും കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ വരും. നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയുടെയും സ്പീഡ് കുറയും. ഈ ഞാനിപ്പോ പറഞ്ഞ ഒരു 10ഓളം ലക്ഷണങ്ങൾ ഉണ്ട്. ഇതിൽ ഒരു 5 ലക്ഷണമെങ്കിലും 2 ആഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ മാസങ്ങളോ ആയിട്ട് നമ്മളിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡിപ്രഷൻ ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യണം. വഴി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ ഫാമിലിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലിയാണ് ഫസ്റ്റ് ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഡോക്ടറുടെ പോവാനും കൺസൾട്ടേഷനും നടത്താനും. പക്ഷെ പലരും ഇപ്പം സോഷ്യൽ സ്റ്റിഗ്മ കാരണം മടിക്കുന്നുണ്ട് പോവാന്. അത് വേറെ രീതിയിൽ ചിത്രീകരിക്കും, ഭ്രാന്ത് എന്നൊക്കെ വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് പല ആൾക്കാരും കൺസൾട്ടേഷന് പോകുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ആഫ്റ്റർ ഡെലിവറി ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉള്ളത് കൊണ്ട് കുറച്ച് കോമൺ ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഫാമിലി മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരാൾ പോവുകയാണെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ നേടേണ്ടതാണ്, അതിനുള്ള ചികിത്സ എടുക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാണ്. ദുഃഖം ഒരു നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിലും അത് താൽക്കാലികമാണ്. ദുഃഖം വന്നാലും എന്നും അത് നിലനിൽക്കില്ല. സമയം, സ്നേഹം, മനസ്സിലാക്കൽ, നല്ല കൂട്ടായ്മ ഇവയൊക്കെ ചേർന്നാൽ സങ്കടത്തെ കുറയ്ക്കാൻ പറ്റും. കൂടാതെ ഡോക്ടർ ജിൻബോ ടൈലർ എന്ന് പറയുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റ് ഈ സങ്കടം എന്ന് പറയുന്ന ഈ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ 90 സെക്കൻഡ് ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സങ്കടം വരാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 90 സെക്കൻഡ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സങ്കടാവസ്ഥയുടെ തോത് കുറക്കാൻ പറ്റും എന്നാണ് ഈ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു സങ്കടാവസ്ഥ വരുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുക, സക്സസ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശ്രുതി നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. നമുക്ക് സങ്കടം വരുമല്ലേ, നമുക്ക് അതില്ല ഇതില്ല, നമുക്ക് അത് കിട്ടിയില്ല എന്നൊക്കെ പറയും അല്ലെ, നമുക്ക് ഭയങ്കര ഒരു സങ്കടം വരില്ലേ. അപ്പൊ നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളെക്കാളും എല്ലാം ഉള്ള ഒരു വ്യക്തിനെ കാണുന്നേക്കാളും നല്ലത് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിനെ കണ്ടിട്ട്, ചിലപ്പോ അവനെ വീടുണ്ടാവില്ല, വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാല് നമ്മളുടെ പാതി സങ്കടങ്ങൾ പോകും. ഞാൻ ആലോചിക്കുക, എനിക്ക് സങ്കടം വരുന്ന സമയത്ത് എനിക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും കിട്ടുന്നുണ്ട്, മറ്റു വ്യക്തികൾക്കാണെങ്കിൽ അത്രയും പോലും കിട്ടുന്നില്ല, അവര് അപ്പൊ എന്തോരം വിഷമിക്കുന്നുണ്ടാവും എന്നാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം പോകും. പിന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടു പോകുമ്പോ ആ സങ്കടം നമുക്ക് മനസ്സിലുണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ ട്രിഗർ ചെയ്യും, എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു വിഷമത്തിലേക്ക് പെട്ടെന്ന് പോകും. അപ്പോ വേണ്ടപ്പെട്ടവർ നമ്മൾ പോയി കഴിയുമ്പോഴും നമ്മള് ഉണ്ട് എന്നുള്ളൊരു റിയാലിറ്റിയിൽ ജീവിച്ച് പോണ പോലെ തോന്നും. അപ്പൊ അതും ഒരു വിഷമാണ്. എപ്പോഴായാലും ഇടയ്ക്ക് നമുക്ക് ട്രിഗർ ചെയ്യും, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും, ചില ടോപ്പിക്കുകൾ കവർ ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത്. അപ്പോ നമുക്ക്
ഇമോഷൻസ്, പിന്നെ അതേപോലെ തന്നെ എല്ലാ ഇമോഷൻസും ഏകദേശം നല്ല ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കും. ഇപ്പൊ സാഡ്നെസ് ആണെങ്കിലും വിഷമാണെങ്കിലും, വിഷമല്ല സാഡ്നെസ്, അത് വിഷമം വന്നു കഴിഞ്ഞാൽ കരഞ്ഞു തന്നെ നമ്മളത് കുറച്ച് കാമാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാല് സാധാരണ നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് റേറ്റ് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ? പുരുഷന്മാർക്കല്ലേ മിസ്? എന്തുകൊണ്ടത്? നമ്മുടെ സങ്കടം വന്ന കുറച്ചേരുന്ന് കരയുമല്ലേ, കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം കിട്ടും. ആണുങ്ങൾ കരയത്തില്ല, അവരുടെ സങ്കടം അവർ ഉള്ളില് കൊണ്ടു നടക്കും. അതിങ്ങനെ ഇരുന്ന് അവസാനം ഹാർട്ട് അറ്റാക്കിലോട്ട് മാറും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അല്ലേ അവർക്ക് ആ ലേബൽ ചാർത്തി കൊടുത്തിരിക്കുന്നത്. പാരന്റ്സ് നമ്മളൊക്കെ തന്നെ ആൺപിള്ളേര്, നമ്മൾ ആൺകുട്ടിയാണെങ്കിൽ എടാ ആൺകുട്ടിയാണെന്ന് എനിക്ക് കരയാൻ പാടില്ല. ചെറുതായിരുന്നപ്പോ കേട്ടെന്താണ് അവൻ കരയാൻ പാടില്ല, കാരണം എന്താണ് അവൻ ആൺകുട്ടിയാണ്. എടാ ആൺകുട്ടികൾ ഇങ്ങനെ കണ്ണിന് വെള്ളം വരാൻ പാടില്ല, നിനക്ക് സങ്കടം വരാൻ പാടില്ല, നീ ബോൾഡ് ആയിരിക്കണം, നീ ധൈര്യവാനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഈ സമൂഹം അവന് ഓവറായിട്ട് ഒരു എന്താ പറയുക ഒരു ബേർഡൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകള് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കരയും എന്നാണ് നമ്മളെ സാധാരണ കോമൺലി പറയാറ്. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, മെന്റലി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് ആര് നമ്മള്. അപ്പൊ നമ്മളെ സങ്കടം ഉണ്ടെങ്കിൽ കരഞ്ഞങ്ങ് തീർക്കുന്നത്, ഓവർകം ചെയ്യുന്നു. പക്ഷെ അവരെ എന്ത് ചെയ്യുന്നില്ല, അവരെ സങ്കടം ആരായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ആ സങ്കടം അവരുടെ ഉള്ളിൽ തന്നെ കിടക്കാണ്. നമ്മളും മനസ്സിലാക്കണം. നമ്മളിപ്പോ ഹസ്ബൻഡിന്റെ കാര്യമായാലും എന്തായാലും അവർക്കുണ്ട് ഫീലിങ്സും കാര്യങ്ങളും. നമ്മൾ ആ ഫീലിങ്സ് കരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളുടെ ഫീലിങ്സ് കുറച്ച് കുറഞ്ഞെങ്കിലും സങ്കടവും കാര്യങ്ങളും കുറഞ്ഞെങ്കിലും അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ അവർക്ക് കൂടി കുറച്ചുകൂടി കൺസിഡർ ചെയ്യണം. പിന്നെ എന്റെ ഏട്ടനും അങ്ങനെയായിരുന്നു മിസ്. എന്ത് പറഞ്ഞാലും വേഗം കണ്ണിൽ വെള്ളം വരും. ഇപ്പോഴും കരയാറുണ്ട്. ആണോ? എന്നാൽ നല്ല മനസ്സുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് കരയണേ. ഒന്നും ഇല്ല ഉള്ളില്, ഒന്നും കരഞ്ഞോണ്ട് ചീത്ത പറയാട്ടോ, കരഞ്ഞോണ്ട് തന്നെ ചീത്ത പറയൂ. ഹസ്ബൻഡ് ചേട്ടനാണോ? എന്റെ ബ്രദറും പിന്നെ ഹസ്ബൻഡും ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും ഇങ്ങനെ മനസ്സിൽ വെക്കല്ല, എല്ലാം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താലല്ലേ നമുക്ക് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ ശേഷം അവരിപ്പോ എന്ത് പറഞ്ഞാലും ഇപ്പൊ കരച്ചിൽ വന്നാലും എന്റെ അടുത്ത് കാണിക്കാറുണ്ട്. നല്ലതാണ്, കാരണം എന്തുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവരാ ഉള്ളിൽ ഒതുക്കുന്നത് എന്തിനാ? നമ്മൾ അറിഞ്ഞിരുന്നാലും എന്ത് ഫിനാൻഷ്യലി ആയാലും എന്തായാലും നമ്മളോട് തുറന്നു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. നമ്മളത് ഓക്കെയാണ്, നിങ്ങൾ എന്തൊരു കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. അവർക്കൊരു മനസ്സിന് ധൈര്യം കുറവാണ്, നമുക്ക് ഇത്തിരി കൂടുതലാണ്. നമ്മളുടെ ധൈര്യം അവർക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാം. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ക്ലാസ്സിൽ റോൾ ഓഫ് ഇമോഷൻസ് എടുത്തിട്ടില്ലാലോ, അതല്ലേ എടുക്കേണ്ടത്? അത് മുതൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സെമിനാർ ടോപ്പിക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ലല്ലോ ഫുഡ് ന്യൂട്രീഷന്റെ. ഈ സെമിനാർ എല്ലാരും ബുക്കിനകത്ത് എഴുതണോ? എന്താണോ ഓക്കെ, ഫുഡ് ന്യൂട്രീഷന്റെ മോക്ക് ടെസ്റ്റ് അല്ലേ? 1 മിനിറ്റ് കേട്ടോ. ഞാനേ ഫുഡ് ന്യൂട്രീഷന്റെ മോക്ക് ടെസ്റ്റ് അത് കൊടുക്കാട്ടോ. അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇമോഷൻസ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുക. നല്ല ഹാപ്പി ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുക. ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക. നമുക്കറിയാം നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണെന്ന്. നെഗറ്റീവ് ഇമോഷൻസ് കുറയ്ക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അത് നമ്മളെ മറ്റുള്ളവരോട് പകർന്നും കൊടുക്കാം. ഓക്കെ, ഈ ഒരു ബാച്ചിൽ വന്ന് എനിക്ക് പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണോ? അതെ. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും കുറച്ച് പേരുള്ളെങ്കിലും ബാക്കി എല്ലാവർക്കും ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ യൂണിറ്റിയും ഹാർമണിയും കാര്യങ്ങളൊക്കെ ഒരേപോലെ എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ്. ഓക്കെ, സുധാ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇമോഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഹാപ്പിനെസിനെ കുറിച്ചായിരുന്നു ജയശ്രീ പറഞ്ഞത്. വളരെ വ്യക്തമായ രീതിയിൽ നമ്മളുടെ സന്തോഷങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മെഡ്രിയയാണ് ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞത്, ആങ്കർ. അതും പേടിയുണ്ടെങ്കിൽ പോലും നല്ല മനോഹരമായിട്ട് പറഞ്ഞു. ഇനിയും ഇതുപോലെ നന്നായിട്ട് പറയണം, അതിന് ശ്രമിക്കണം മെഡ്രിയ എന്നൂടെ എനിക്ക് പറയാനുണ്ട്. പിന്നെ സാഡ്നെസിനെ കുറിച്ച് ശ്രുതി പറഞ്ഞു. ദുഃഖം, അതായത് സങ്കടം, അതായത് നിരാശ, പരാജയം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡെസ്പായി പോവാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യണമെന്നും അത് ഒരു ചെറിയൊരു എക്സസൈസിലൂടെ
അത് നമ്മൾ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് അത് കൺട്രോളിലാക്കണമെന്നും വ്യക്തമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ അപർണ മിസ്സിനെയും നല്ലപോലെ നമുക്ക് ക്ലാസ് എടുത്ത എല്ലാവരെയും ഇത് ശ്രവിച്ച എന്റെ എല്ലാ ഫ്രണ്ട്സിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് സുധ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു സുധ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു.